ഹൃദയരാഗം ഭാഗം 8. എങ്കിലും എൻ്റെ ഇഷ്ടമൊന്നുമില്ലേ അമ്മേ? നിനക്ക് എന്താ ഇപ്പോൾ വിവേകിനോട് ഇഷ്ടക്കുറവ്? ഇഷ്ടക്കുറവല്ല, ഞാൻ അങ്ങനെയൊന്നും വിവേകേട്ടനെ കണ്ടിട്ടില്ല. അത് സാരമില്ല, കല്യാണം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും. അതല്ല, ഇനി നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അച്ഛൻ വന്ന് കേൾക്കണ്ട. അച്ഛൻ്റെ പുന്നാര മോളായി കൊണ്ടു നടക്കുകയല്ലേ, വേഗം ഒരുങ്ങാൻ നോക്ക്. ഇനി അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയത് കൊണ്ട് മെല്ലെ മുറിയിലേക്ക് പിൻവാങ്ങി. മുറിയിലേക്ക് ചെന്നെങ്കിലും വല്ലാത്തൊരു വേദനയായിരുന്നു തോന്നിയത്. ആരോട് പറയും? ഹൃദയം തുറന്ന് കാണിച്ചവൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അവഗണനയ്ക്ക് ശേഷം തൻ്റെ ജീവിതം നിസ്സംഗമായി മുന്നോട്ട് പോകുന്നത്. എന്തിൻ്റെ പേരിലാണെങ്കിലും ഇങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കേണ്ടി വരികയാണെങ്കിൽ പിന്നെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ഓടിച്ചെന്ന് അമ്മയെ ഒന്നുകൂടി നോക്കി. തകൃതിയായ ജോലിയിലാണമ്മ. കാണാതെ വീണ്ടും അമ്മയുടെ ഫോൺ എടുത്തു മനപാഠമാക്കി നമ്പർ ഡയൽ ചെയ്തു. മുറിയിലേക്ക് പോയി. 1-2 ബെല്ലിന് ശേഷമാണ് ഫോൺ എടുക്കപ്പെട്ടത്. ഹലോ. താല്പര്യമില്ലാത്ത സ്വരം. ഞാനാ ദിവ്യ. എന്താ? ഒന്നിടവിട്ട ദിവസം എന്നെ വിളിക്കണമെന്ന് നിനക്ക് വല്ല നേർച്ചയുണ്ടോ? പ്ലീസ് അനന്തു ചേട്ടാ, ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്കണം. എന്താ പറയേണ്ടത്? ഇവിടെ എല്ലാവരും എനിക്ക് കല്യാണം നോക്കുക. അടുത്ത് തന്നെ കല്യാണം കാണുമെന്നാണ് പറയുന്നത്. എനിക്ക് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. പെണ്ണെ, നീ പറഞ്ഞു എങ്ങോട്ടേക്കാണ് പോകുന്നത്? എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ കല്യാണം കഴിക്കണമെന്നാണോ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവന് ദേഷ്യം വന്നു തുടങ്ങി. ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ എനിക്ക് സാധിക്കില്ലേ? ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ എന്നെ അനന്തുവേട്ടനും ഇഷ്ടപ്പെടും. സോറി, എനിക്കിഷ്ടപ്പെടാൻ പറ്റില്ല. എന്നെ ഇഷ്ടമല്ലെങ്കിൽ പോലും വേറെ ആരെയും കല്യാണം കഴിക്കില്ല. എന്നാൽ പിന്നെ നീ സന്യസിക്കാൻ പൊടി. അതാണ് നല്ലത്, കല്യാണം കഴിക്കാതിരിക്കുന്നത്. കളിയല്ല അനന്തുവേട്ട, സത്യമായിട്ടും എൻ്റെ പെണ്ണുകാണലാണെന്ന്. അനന്തുവേട്ടൻ്റെ സ്ഥാനത്ത് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റില്ല. കരഞ്ഞു പോയിരുന്നു അവൾ. ഇനിയൊരു മറുപടി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല. അനന്തുവേട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി, പിന്നെ ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം. എത്ര കാലം വേണമെങ്കിലും കാത്തിരുന്നോളാം, ഫൈറ്റ് ചെയ്താണെങ്കിലും. അനന്തുവേട്ടൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. ആ പ്രശ്നങ്ങളൊന്നും എനിക്ക് കുഴപ്പമില്ല. അനന്തുവേട്ടനെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതൊന്നും എൻ്റെ വിഷയമല്ല. അതൊന്നും എനിക്ക് അനന്തുവേട്ടനോടുള്ള സ്നേഹം പറയാനുള്ള കാരണങ്ങളുമല്ല. എല്ലാ പ്രശ്നങ്ങളും അടക്കം എനിക്ക് അനന്തുവേട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്കൊത്തിരി ഇഷ്ടമാണ്. അവളുടെ അവസാനത്തെ വാചകം ഹൃദയത്തിലേക്കായിരുന്നു കൊണ്ടത്. എല്ലാ പ്രശ്നങ്ങളും അടക്കം എനിക്ക് അനന്തുവേട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. വീണ്ടും ആ വാക്കുകൾ അവളുടെ കാതിൽ പ്രതിധ്വനിക്കുന്നത് പോലെ. ദിവ്യ. അതുകൊണ്ടായിരിക്കാം അവൻ്റെ സ്വരം അല്പം മയപ്പെട്ടതുപോലെ. എന്തോ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക്. നീ അറിഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളതും വെച്ച് ഒക്കെ ഭീകരമാണ്. ഒരു വിവാഹം കഴിക്കുക, കുടുംബമായി താമസിക്കുക, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. അതിനിടയിൽ ഒരിക്കലും എനിക്ക് പറ്റാത്ത കാര്യങ്ങളാണ്. എല്ലാത്തിലും ഉപരി എൻ്റെ മനസ്സിൽ പ്രണയം മരിച്ചു കഴിഞ്ഞു. എന്നെ ഇങ്ങനെ വിളിക്കരുത്. ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഞാനൊരാശ തന്നിട്ടില്ല തനിക്ക്. എന്നെ ഓർത്തിരിക്കരുത്. ഇനി കാണാൻ വരുന്ന ആരാണെങ്കിലും നിനക്കിഷ്ടപ്പെട്ടെങ്കിൽ സമ്മതിക്കുക, മറ്റൊരു ജീവിതത്തിലേക്ക് പോവുക. പിന്നീട് ഓർക്കുമ്പോൾ അതായിരുന്നു നല്ലതെന്ന് നിനക്ക് തോന്നും. നീ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല. പരിചിതരായ 2 പേർ, അതിനപ്പുറം ഒരു ബന്ധവും വേണ്ട. എന്നോടൊപ്പം വന്ന ഒരിക്കലും തനിക്ക് സന്തോഷവതിയായി താമസിക്കാൻ കഴിയില്ല. നിന്നെ സന്തോഷിപ്പിക്കാനും കൊണ്ടുപോകുന്ന പെണ്ണിനെ അല്ലലില്ലാതെ നോക്കാനും എനിക്ക് കഴിയില്ല. അതിന് പറ്റിയൊരു സാഹചര്യം എനിക്കില്ല. ഇനി എന്നെ വിളിക്കരുത്, എനിക്ക് ബുദ്ധിമുട്ടാണ്. വീണ്ടും ഞാൻ പറഞ്ഞത് കേൾക്കാതെ എൻ്റെ പിറകെ നടക്കാനാണ് നിൻ്റെ ഭാവം എങ്കിൽ ഞാൻ നേരെ നിൻ്റെ അപ്പൻ്റെ കടയിലേക്ക് വരും. നിൻ്റെ അപ്പനെ പോയി കാണും. മോൾക്ക് കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ ആരെങ്കിലും കണ്ടുപിടിച്ച് കെട്ടിക്കാൻ പറയും, കേട്ടോ? ഇനി മേലിൽ എൻ്റെ ഫോണിലേക്ക് ഈ നമ്പറിൽ നിന്നൊരു കോൾ വരരുത്. അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും കണ്ണുകൾ വല്ലാതെ പെയ്തു തുടങ്ങിയിരുന്നു. ഇത്രയൊക്കെ ഉള്ളം തുറന്ന് കാണിച്ചിട്ടും എന്തേ അവൻ തന്നെ മനസ്സിലാക്കാതെ പോയി? എന്താടാ, നീ ആരോടാ ഇത് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നേ? കിരൺ ഓടി വന്ന് ചോദിച്ചു. ആ ദിവ്യ.
നിന്നോട് അവൾക്ക് അസ്ഥിക്ക് പിടിച്ച പ്രേമമാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കോ? കിരൺ പറഞ്ഞു. കോപ്പ്. ഇന്നവളെ പെണ്ണ് കാണാൻ വരുമെന്ന് ഞാൻ ഇന്ന് തന്നെ അവളോട് പ്രേമമാണെന്ന് പറയണമെന്ന്. അയ്യോടാ കഷ്ടം. നിനക്കങ്ങ് ഓക്കെ പറയാറുന്നില്ലേ? ഒന്ന് പോയേടാ. കല്യാണം കഴിഞ്ഞ് എങ്ങനെ നോക്കും? ഈ പ്രേമിക്കാൻ രസാ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഓർക്കണം. ആ പെണ്ണാണെങ്കിൽ ഞാനെങ്ങാനും ഇഷ്ടമാണെന്ന് പറയും മുമ്പേ ഇപ്പം തന്നെ പറയുന്നു കല്യാണം ഉറപ്പിക്കാൻ പോകുന്നു, ഞാൻ എത്ര കാലം വേണം കാത്തിരിക്കാമെന്നൊക്കെ. അങ്ങനെ പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ മോനെ? നിന്റെ മറ്റവൾ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പെയിൻറ് പണിക്ക് പോയിട്ട് ആ പൈസ മൊത്തം നീ അവൾക്ക് ചുരിദാറും മൊബൈൽ റീചാർജും ചെയ്ത് കളഞ്ഞു. ആ പൈസ ട്രെയിനിങ്ങിന് മാറ്റി വയ്ക്കുമായിരുന്നെങ്കിലോ? എന്നിട്ടിപ്പോൾ അവൻ കോച്ചിങ്ങിന് നാട്ടിൽ നടന്ന് തെണ്ടുന്നു. ദിവ്യ പ്രേമമായിരുന്നില്ലേ നിനക്ക് അവളോട്? അത് പിന്നെ അവൾ എൻ്റെ കൂടെ പഠിച്ചതല്ലേ? എനിക്കൊരു സംശയം, അവൾ നിന്നോട് ഇങ്ങോട്ടാണോ പറഞ്ഞത്? അല്ല, ഞാൻ അങ്ങോട്ട്. ഇനി സമയം പോയിട്ടില്ല, നീ വിളിച്ച് ഓക്കെ എന്ന് പറ. ആ കോച്ചിങ് ഓടി വരും. ഒന്ന് പോയടാ, ഞാൻ വീട്ടിൽ പോവാം. എന്തു പറ്റിയടാ ഒരു നിരാശ മുഖത്ത്? പിന്നെ കുരാശ. ഞാനെന്തിനാ നിരാശപ്പെടുന്നത്? എനിക്ക് ഭയങ്കര തലവേദന, അതുകൊണ്ട് പോവാ. നീ വരുന്നോ? കുറച്ച് കഴിഞ്ഞേ ഉള്ളടാ. ശരിയെന്നാ. അസ്വസ്ഥമായ മനസ്സോടെയായിരുന്നു അവൻ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ കണ്ടത് കപ്പയുടെ തൊലി കളയുന്ന അമ്പിളിയെയാണ്. അവനെ കണ്ടപ്പോഴേക്കും അമ്പിളി പദം പറച്ചിൽ തുടങ്ങി. വന്നു നാട് തെണ്ടിയിട്ട്. എല്ലായിടത്തും ഉണ്ട് ആൺകുട്ടികൾ, ഇവിടെ ഉണ്ടോർണം. ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിച്ച് നടന്നാൽ മതി. ഈ കുടുംബം രക്ഷപ്പെടുന്ന ഒന്നിനും അവൻ പോകില്ല. ഒന്നും മിണ്ടാതെ കയറിപ്പോയി മുറിയിലേക്ക് ഇരുന്നിരുന്നു അവൻ. ഒരു സാരി കർട്ടൻ മാത്രമുള്ള ആ മുറിയിലെ സിംഗിൾ കോട്ട് പഴയ കട്ടിൽ കിടക്കുമ്പോൾ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നത് അവൻ അറിഞ്ഞു. മനസ്സിൽ മുഴുവൻ ആ വരികളായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും അടക്കം എനിക്ക് അനന്തുവേട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. ആദ്യമായാണ് ഒരാൾ തന്നോട് അങ്ങനെ പറയുന്നത്. ഇന്ന് വരെ ഹരിത പോലും പറഞ്ഞിട്ടില്ല. എത്രയോ വട്ടം അവളോട് പറഞ്ഞിട്ടുണ്ട് പ്രശ്നങ്ങളൊക്കെ. എല്ലാം അറിഞ്ഞു തന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്ന്. പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചതല്ലാതെ പ്രശ്നങ്ങളോട് തന്നെ സ്നേഹിക്കുമെന്ന് അവൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ ആ സ്നേഹമല്ലേ യാഥാർത്ഥ്യം? പങ്കാളിയുടെ കുറ്റങ്ങളും കുറവുകളും കൂടി മനസ്സിലാക്കുമ്പോഴല്ലേ അത് പ്രണയമായി മാറുന്നത്. പക്ഷെ എന്തുകൊണ്ടോ തിരിച്ച് സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഒരിക്കൽ തളർന്നു പോയ മനസ്സിന് ഭയമുള്ളതുകൊണ്ടാവാം. എങ്കിലും ഉള്ളിലെവിടെയോ ഒരു കുളിർമാരി പെയ്യുന്നുണ്ട്. മറ്റൊന്നുമല്ല, സ്നേഹിക്കപ്പെടാൻ ഒരാളുണ്ടായി എന്ന ആ മഹത്തായ സത്യം അറിഞ്ഞതിന് ശേഷം ഒരു സമാധാന പെയ്ത്തുപോലെ. ആർക്കാണ് മറ്റൊരാളാൽ സ്നേഹിക്കപ്പെടാൻ ഇഷ്ടമല്ലാത്തത്? കാതങ്ങൾക്കപ്പുറം ഒരുവളുടെ മനസ്സിൽ ഞാനുണ്ട്. എത്രയോ വട്ടം അമ്പലത്തിൽ വെച്ചും മറ്റും അവളെ കണ്ടിരിക്കുന്നു. അവിടെയും ഇവിടെയും നിന്ന് നോക്കുന്നത് താൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ആ പ്രാർത്ഥനകളിലൊക്കെ പലവുരു തൻ്റെ പേരും വന്നു പോയിട്ടുണ്ടാകുമോ? ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞു പുഞ്ചിരി അവൻ്റെ ചുണ്ടിലും മുട്ടിട്ടിരുന്നു. പക്ഷെ കഴിഞ്ഞുപോയ കാർമേഘച്ചീലിൻ്റെ അലകൾ ആ പുഞ്ചിരിയെ മറച്ചു കളഞ്ഞു. ഗൗരവത്തിൻ്റെ ഇരുൾ മുഖത്തെ മറച്ചു കളഞ്ഞു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.